സോഷ്യൽ മീഡിയയിലാകെ കത്തിക്കയറിയ ഒരു വിഷയം തന്നെയായിരുന്നു ഫാമിലി വ്ലോഗ് ചാനലായ പ്രവീൺ പ്രണവിൻ്റെ വീട്ടിലെ വിശേഷം. ഇവർക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും ഇന്നും പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കാണികളെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തിക്കൊണ്ടായിരുന്നു ഇവരുടെ വേർപിരിയൽ. ഇവർ ഒന്നിച്ചുള്ള വീഡിയോസ് കാണാനായിരുന്നു ഇവരുടെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ ഫാമിലിയിൽ നടന്ന ഈയൊരു പ്രശ്നത്തിന് ശേഷം പ്രണവിൻ്റെയും പ്രവീണിൻ്റെയും വീഡിയോസിന് വ്യൂസൊക്കെ കുറവാണ്. ആദ്യത്തെ അത്രയും വ്യൂസ് വീഡിയോസിനൊന്നും തന്നെ കിട്ടുന്നില്ല. പിന്നീടങ്ങോട്ട് ഈയൊരു പ്രശ്നമുണ്ടാകാൻ കാരണം മൃദുലയാണോ എന്ന തരത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. ഈയൊരു പ്രശ്നം കൊണ്ട് ഏറ്റവും കൂടുതൽ അപമാനിതനായത് പ്രണവ് തന്നെയാണെന്ന് പറയാം. കാരണം അത്തരത്തിലായിരുന്നു മൃദുലയും പ്രവീണും പ്രണവിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചത്. മടിയനാണെന്നും പുടിയനാണെന്നും ഉത്തരവാദിത്തബോധമില്ലാത്തവനാണെന്നും ഒക്കെയാണ് പ്രണവിനെ പ്രവീണും മൃദുലയും വിലയിരുത്തിയത്. ഇതൊക്കെ ഒരു നിമിഷം എങ്കിലും പ്രേക്ഷകരും വിശ്വസിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇപ്പോൾ കൊച്ചു എന്ന പ്രണവ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലിടുന്ന വീഡിയോ കണ്ട് അമ്പരന്നിരിക്കുകയാണ് ഇവരുടെ ആരാധകർ. മടിയനും കുടിയനും അലസനും ഒക്കെയാണ് എന്ന് പറഞ്ഞ പ്രണവ് തന്നെയാണോ ഈ വീഡിയോയ്ക്ക് ഇടുന്നത് എന്നാണ് ആരാധകർ ഒന്നടങ്കം ചോദിക്കുന്നത്. പ്രണവിൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻ്റാണ്. ഇതിൽ നിന്നും എന്തു മനസ്സിലായി? വീഡിയോസിൻ്റെ ഐഡിയ ആരുടേതായിരുന്നു? ഇത് മടിയനായ കൊച്ചു എന്നായിരുന്നു ഒരാൾ കമൻ്റ് ഇട്ടത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. ഒരു സമയത്ത് എവിടെ നോക്കിയാലും നെഗറ്റീവ്, മനസ്സിൻ്റെ താളം തെറ്റുന്ന രീതിയിലുള്ള ആളുകളുടെ പരിഹാസം. നിങ്ങൾ ഇതൊക്കെ എങ്ങനെ മറികടക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരുമിച്ച് വളർത്തി വലുതാക്കിയ ചാനൽ പോയപ്പോൾ പൂജ്യത്തിൽ നിന്ന് തുടങ്ങി ഇവിടെ വരെ എത്തിച്ചു. പലരും പലതും പറഞ്ഞപ്പോഴും എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു. എന്തായാലും പണ്ടത്തെ ആ വൈബ് ഇവിടെ തിരിച്ചു കിട്ടി. നിങ്ങൾ അടിച്ചു പൊളിക്കൂന്നേ എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ്. ഈ കണ്ടന്റിന് ഒന്നും ആരും അവകാശം പറഞ്ഞു വരില്ലല്ലോ. യുവർ വീഡിയോ ദീസ് ഡേയ്സ് ബെറ്റർ ഡേ ബൈ ഡേ. കീപ് ഗോയിങ് ലൈക്ക് ദിസ് എന്നൊക്കെയുള്ള നല്ല നല്ല കമൻറ്റുകളാണ് കൊച്ചുവിൻ്റെ വീഡിയോയ്ക്ക് താഴെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊച്ചുവാണ് കണ്ടന്റ് ക്രിയേറ്റർ എന്ന് ഈ വീഡിയോയിൽ നിന്നൊക്കെ മനസ്സിലാക്കാം.